ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ, പിന്നെ അതിലേക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഒരു മുറി നാരങ്ങ. ഇനി ഈ പൊടികളെല്ലാം അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് കുഴയ്ക്കുക. കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുക. എന്നിട്ട് കൈകൊണ്ട് കുഴച്ച് ഒരു 20 മിനിറ്റോളം നമ്മൾ മാറ്റി വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ആ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ മാറ്റി വെക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റോളം നമ്മൾ ഇങ്ങനെ ചിക്കൻ മാറ്റി വയ്ക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെല്ലാം വറുത്ത് കോരിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി അതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സബോള, പിന്നെ നമ്മൾ ഇടുന്നത് പച്ചമുളകാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇടുന്നത് നമുക്ക് വേഗം ഒന്ന് നമ്മുടെ സബോള ഒന്ന് ഒരു കളർ ചേഞ്ച് വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ പൊടികളാണ് യൂസ് ചെയ്യുന്നത്. പൊടികൾ കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എല്ലാം ഇട്ട് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്യുക. പിന്നെ പറഞ്ഞത് നമ്മൾ തക്കാളിയാണ്. തക്കാളി ഇട്ടതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. മല്ലിയില ഇടുന്നത് നല്ല മണവും നല്ല രുചിയൊക്കെ കിട്ടും. പിന്നെ അതിന് ശേഷം തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ചിക്കനാണ് ഇനി നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ അതിലിട്ട് കൊടുക്കുക. ഇനി നമ്മളൊരു 10 മിനിറ്റോളം അതൊന്ന് കുറുകാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ആ മസാലയൊക്കെ ആ ചിക്കനിലേക്ക് പിടിക്കാനാണ് നമ്മൾ 10 മിനിറ്റോളം അങ്ങനെ അടുപ്പത്ത് സിമ്മിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അപ്പം ഏകദേശം നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇനി വെക്കാൻ പോകുന്നത് കടച്ചക്ക ഉപ്പേരിയാണ്. അപ്പോൾ നമ്മൾ കടച്ചക്ക നന്നായി വാഷ് ചെയ്ത് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു വിസിലടിക്കുക. അതിന് ശേഷം നമ്മളൊരു ചീഞ്ചട്ടി വെച്ച് അതിൽ ചെറുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ കുത്തുമുളക് ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് നമ്മൾ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടച്ചക്ക ഉപ്പേരി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളതപ്പോൾ നമ്മുടെ കടച്ചക്ക ഉപ്പേരിയായി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ ഓക്കെ, ബൈ.